സതീശന് വനവാസത്തിനുള്ള പെട്ടിയെടുക്കാം. മാതൃഭൂമി സർവേ ഫലം ഇടതുപക്ഷത്തിന് തുടർഭരണം. കേരളം ആര് ഭരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യത്തെ ട്രെൻഡ് അനുസരിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ സൂചന അനുസരിച്ച് കോർ തയ്യാറാക്കിയിട്ടുള്ള കണക്ക് ഇങ്ങനെയാണ്. കേരളം ആർക്കൊപ്പം എന്ന് സ്ക്രീനിൽ തെളിയട്ടെ. ഫൈനൽ ടാലി: LDF 66, UDF 62, NDA കൃത്യമായി ഒരു ലീഡ് എവിടെയും ഒരു മണ്ഡലത്തിലുമില്ല. ടൈറ്റ് ഫൈറ്റ് 12 ഇടത്ത്. ഭരണ തുടർച്ചയിലേക്കോ എന്ന സൂചന നൽകുന്നു ആദ്യത്തെ ഈ ട്രെൻഡ്. 66 ഇടത്ത് LDF, 62 ഇടത്ത് UDF. അഭിലാഷ്, അതിലൊരു പ്രത്യേക കാര്യം നോക്കേണ്ടത്, വ്യക്തമായി ഒരു മുന്നണിക്കും, അതായത് 71 കടക്കാൻ കഴിയുന്നില്ല. വ്യക്തമായ ഭൂരിപക്ഷം നിയമസഭയിൽ നേടാൻ കഴിയുന്നില്ല. ബാക്കി 12 എണ്ണം ടൈറ്റ് ഫൈറ്റിലാണ് കിടക്കുന്നത്. മറ്റൊരു കാര്യം, LDFന് 32 സീറ്റുകളിൽ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കോർ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ പറയുന്നത്. UDF 20 സീറ്റെങ്കിലും അധികം പിടിക്കും. അതെ, 20 സീറ്റ് അധികം പിടിക്കും. അപ്പോ അതായത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അതിശക്തമായ കടുത്ത ഒരു പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. 66-62 എന്നുള്ള നിലയിൽ UDFനേക്കാൾ 4 സീറ്റിന്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ കണക്കിൽ LDFന് കൂടുതലുണ്ട്. പക്ഷേ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 12 മണ്ഡലങ്ങളുണ്ട്. NDAയെ സംബന്ധിച്ച് നിലവിൽ അവർക്ക് കൃത്യമായ മേൽക്കൈയുള്ള മണ്ഡലങ്ങളൊന്നുമില്ല. എന്നാലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ടു LDF. എന്തൊക്കെയായിരുന്നു 110 സീറ്റ് ടീം UDF. ഇതൊക്കെ വെറും തള്ളാണെന്ന് UDFകാരോട് തന്നെ ആവർത്തിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഊർജം കൊടുക്കാൻ, ആവേശം കൊടുക്കാൻ കുറച്ച് നുണ തട്ടിവിടേണ്ടതുണ്ട്. നുണയല്ലാതെ മറ്റൊരു ഇന്ധനവും അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രതീക്ഷ വാരിക്കോരി കൊടുക്കുക. പക്ഷേ റിയാലിറ്റി എന്താണെന്നാണ് നിങ്ങൾ കേട്ടത്. വനവാസത്തിന് പോകുമെന്ന വൈകാരികത, അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് തകർന്നു പോകും, മുസ്ലിം ലീഗ് തകർന്നു പോകും. അപ്പോൾ ഒരു തവണത്തേക്ക് നിങ്ങൾ മാറ്റി ചിന്തിക്കണം എന്നുള്ള രീതിയിൽ സഹതാപം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കൊണ്ടുവന്ന വികസനങ്ങൾ ചർച്ചയാകാതെ നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തരൂ. കാര്യം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് ആരുണ്ട് എന്ന ചോദ്യവും, കോൺഗ്രസ് ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇനി ആരുണ്ട് എന്ന സഹതാപത്തിനപ്പുറം ഇപ്പോഴും ജനങ്ങൾക്കിടയിലുള്ള റിയാലിറ്റി എന്താണെന്നും ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, അതിനെ മറികടക്കാനാണ് പച്ച നുണ, നട്ടാൽ കുരുക്കാത്ത നുണ ഇത് വെച്ചിട്ട് നാട് നീളെ പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിനോടൊപ്പം PR ടീമിനെ വെച്ച് ചില മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്ത് അവരെ കൊണ്ട് UDF ഇതാ വന്നു കഴിഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് നിലവിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തോന്നിപ്പിക്കാനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതാ UDFന് വൻ മുന്നേറ്റം, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതേ മുന്നേറ്റം തുടരുന്നു എന്ന് പറയുമ്പോൾ, ഏറ്റവും ഒടുവിൽ ആ മുന്നേറ്റമെല്ലാം കൂടി സർവേയിലേക്ക് എത്തുമ്പോൾ UDFന് ഇടതുപക്ഷത്തിന്റെ തൊട്ടു പിന്നിൽ മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 140 സീറ്റിൽ 66 സീറ്റ് ഇപ്പോൾ തന്നെ മാതൃഭൂമി ഇടതുപക്ഷത്തിന് നൽകി കഴിഞ്ഞു. ഇനി 12 സീറ്റിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. അവിടെ 6 സീറ്റ് കൂടി ഇടതുപക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാണ്. ഇത് നിലവിൽ കുറച്ച് സാമ്പിൾ സർവേയുടെ ഫലമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, 20 സീറ്റ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. 32 സീറ്റിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയും അതിൽ 20 സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് മാതൃഭൂമി കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും 98 സീറ്റുള്ള ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം 20 സീറ്റ് നഷ്ടമായാലും 78 സീറ്റിൽ തുടർഭരണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ മാതൃഭൂമി സർവേ കൂടി വിലയിരുത്തുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ LDF 3.0 മാതൃഭൂമി സർവേ പ്രകാരം റിയലായി സംഭവിക്കാൻ പോകുന്നു.